വെൽക്കം ബാക്ക് ടു നോളജ് ബ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ 3x കോസ് 4x dx. ഓക്കെ, ഇതേത് ഫോമിലാണ് കിടക്കുന്നത്? സൈൻ എ കോസ് ബി. എന്തായിരുന്നു സൈൻ എ കോസ് ബി? 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഓക്കെ, ഇവിടെ സൈൻ കോസും വരുമ്പം സൈനും കോസും സൈൻ എ ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. രണ്ടിടത്തും സൈൻ ആയിരിക്കും അപ്പുറത്ത്. ഇവിടെ സൈനും കോസും വന്നപ്പോൾ അപ്പുറത്ത് രണ്ട് സൈഡിലും സൈൻ തന്നെയാണ്. ഓക്കെ, പ്ലസ്സും. ഓക്കെ, നമുക്കപ്പോൾ ഇതിനെ ഒന്ന് ഇവിടെ എയുടെ പ്ലേസിൽ ആരാണ്? 3x ആണ് അല്ലേ? ബിയുടെ പ്ലേസിൽ 4x ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 1/2 സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ 3x പ്ലസ് 4x പ്ലസ് സൈൻ 3x മൈനസ് 4x എന്ന് വരും അല്ലേ? dx. ഓക്കെ, ഇൻ്റഗ്രലാണ് അല്ലേ? സോ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുവാണ്. സോ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്താണ്? സൈൻ 3x പ്ലസ് 4x എന്ന് പറഞ്ഞാൽ 7x പ്ലസ് 3x മൈനസ് 4x സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, dx. നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യാമേ. സോ 1/2 കോമൺ ആയതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇടുന്നു. സൈൻ 7x dx. നോക്കിക്കേ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അതായത് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് dx ഇങ്ങനെ വരും അല്ലേ? സെപ്പറേറ്റ് നമുക്ക് ഇൻ്റഗ്രൽ കാണാം. എന്താണ് സൈൻ 7xൻ്റെ ഇൻ്റഗ്രൽ? സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് വരും. സോ മൈനസ് കോസ് 7x. 7 എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. മൈനസ് സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് ആണ്. സോ മൈനസ് കോസ് ആണ്. കോസ് എക്സ് പ്ലസ് സി എന്ന് വരും. ഓക്കെ, അതായത് ഞാൻ 1/2ൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണേ. സോ മൈനസ് 1/14 കോസ് 7x പ്ലസ് 1/2 കോസ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.